വടക്കേതിലെ മോഹനന്റെ വിശേഷം അറിഞ്ഞോ? അവനവന്റെ ഭാര്യയുടെ കല്യാണം നടത്താൻ പോവാണത്രേ. എവിടെയും കേട്ടുകേൾവിയുള്ള കാര്യമാണോ സ്വന്തം ഭാര്യയെ ഭർത്താവ് തന്നെ മറ്റൊരാൾക്ക് കെട്ടിച്ചു കൊടുക്കുന്നത്? അറിഞ്ഞവർ മൂക്കത്ത് വിരൽ വെച്ചു. മോഹനന് തലയ്ക്ക് സ്ഥിരത നഷ്ടപ്പെട്ട് കാണും. അല്ലെങ്കിൽ പിന്നെ ഇതുപോലൊരു കാര്യം ആരെങ്കിലും ചെയ്യോ? 4 ആൾ കൂടുന്നിടത്ത് സംസാര വിഷയമായി മോഹനനും ഭാര്യയും. ആ പെണ്ണിന് ജോലിസ്ഥലത്തുള്ള ആരോ ആയിട്ട് അടുപ്പമുണ്ടായിരുന്നു പോലും. അതറിഞ്ഞിട്ട് 2 പേരുടെയും കല്യാണം നടത്തി കൊടുക്കാൻ മോഹനൻ തീരുമാനിച്ചതെന്ന് കുറ്റം പറയാൻ പറ്റില്ല. മൂത്ത് നരച്ച ഒരുത്തൻ്റെ ഭാര്യയായി ജീവിക്കാൻ ഏതെങ്കിലും കിളുന്നു പെണ്ണിന് പറ്റുമോ? ചോര നീരുള്ള പെണ്ണല്ലേ അവള്. ഉശിരുള്ള ആണൊരുത്തനെ കണ്ടപ്പോൾ അറിയാതൊന്ന് ചാഞ്ഞു കാണും. എന്തായാലും കഷ്ടമായിപ്പോയി. അല്ലാതെന്താ പറയാ. ചർച്ചകളും പരദൂഷണങ്ങളും നാട് പരന്നിട്ടും ചോദിച്ചു വന്ന വീട്ടുകാരുടെ മുൻപിൽ ചിരിച്ച മുഖത്തോടെ ഇരുന്നതേയുള്ളൂ മോഹനൻ. മോഹനേട്ടനെന്താ ഭ്രാന്തായോ? ഇവള് സൂക്കേട് മൂത്ത് പലതും കാണിക്കും. അതിൻ്റെ കൂടെ ചേട്ടനും ചേർന്ന് തുള്ളുകയാണോ? നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും പരിഹാസം കൊണ്ട് തല ഉയർത്തി നടക്കാൻ വയ്യ. ദേഷ്യത്തിലായിരുന്നു അനിയൻ. ബൈജുവേട്ടൻ്റെ അമ്മയും പെങ്ങളും ഇനി പറയാനൊന്നുമില്ല. തൊലി ഉരഞ്ഞു പോയി. അനിയത്തിമാരും വല്ലാത്ത ദേഷ്യത്തിലായിരുന്നു. ഓർക്കുകയായിരുന്നു അയാൾ. അച്ഛനും അമ്മയും ഇല്ലാതെ 3 പേരെയും വളർത്തിയെടുക്കാൻ പെട്ട കഷ്ടപ്പാടുകൾ. അവർക്ക് വേണ്ടി മാത്രം ജീവിച്ച കാലങ്ങളിൽ സ്വന്തം കാര്യം നോക്കാനും മറന്നു. വയസ്സ് 43 ആയപ്പോഴാണ് തനിയെ ഒന്ന് നിവർന്നു നിൽക്കാനായത്. വിവാഹമെന്ന സ്വപ്നമെല്ലാം ഉപേക്ഷിച്ചിരുന്നു. പക്ഷെ ഇവർക്ക് തന്നെയായിരുന്നു നിർബന്ധം ഒരു തുണ വേണമെന്നത്. തൻ്റെ പ്രതിഷേധം വകവയ്ക്കാതെ അവർ തന്നെയാണ് സീതയെ കണ്ടെത്തുന്നത്. വിദ്യാഭ്യാസമൊന്നും കാര്യമായിട്ടില്ലാത്ത പ്രായമായ മുത്തശ്ശി മാത്രമുള്ള ഒരു 28കാരി. അതാണ് എന്നെ വിഷമിപ്പിച്ചത്. എന്നേക്കാൾ 15 വയസ്സ് ഇളയവൾ. എൻ്റെ എതിർപ്പുകളെ ആരും വകവച്ചില്ല. ഒന്നേ ആവശ്യപ്പെട്ടിരുന്നുള്ളൂ, ആളും ബഹളവുമില്ലാതെ താലി പോലും കെട്ടാതെ അവളെ കൈപിടിച്ച് കൂട്ടണമെന്ന്. ആദ്യമൊക്കെ ആചാരവും നാട്ടുനടപ്പും പറഞ്ഞെങ്കിലും ഒടുവിൽ തൻ്റെ ഇഷ്ടം തന്നെ നടന്നു. സീതയെ കാണാൻ ചെന്നപ്പോൾ ആകസ്മികമായാണ് പഴയൊരു ഫോട്ടോ കണ്ണിൽപ്പെട്ടത്. എവിടെയോ കണ്ടുമറന്ന മുഖം. സീത തന്നെയാണ് പറഞ്ഞത് അത് അവളുടെ അമ്മയുടേതാണെന്ന്. വീണ്ടും ഒരിക്കൽ കൂടി നോക്കാൻ തോന്നിയില്ല. കാരണം അത് മനഃപൂർവ്വം മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞവളായിരുന്നു സുഭദ്ര. ഒരു 14കാരൻ്റെ ആദ്യ പ്രണയം. പ്രാരാബ്ദങ്ങളുടെ കണക്കുകൾ തുല്യമായിരുന്നതുകൊണ്ടാകും അവൾ മനസ്സിൽ കയറിയത്. തിരിച്ചും അങ്ങനെ തന്നെ. പക്ഷെ വിധി മറ്റൊന്നായിരുന്നു. സുഭദ്രയുടെ അച്ഛൻ മരിച്ചപ്പോൾ പെട്ടെന്ന് വന്ന ഒരാലോചനയിൽ ചെറുപ്രായത്തിൽ തന്നെ വിവാഹം കഴിക്കാൻ നിർബന്ധിതയായവൾ. കല്യാണച്ചെറുക്കനൊപ്പം തലകുനിച്ച് നീങ്ങുമ്പോൾ പടിക്കരികിൽ നിന്ന് തന്നെ കണ്ട് വിളറി ചിരിച്ച അവളുടെ കണ്ണിൽ നീരുണ്ടായിരുന്നു. നെഞ്ചിൽ എത്രയോ കാലങ്ങൾ മുറിവേൽപ്പിച്ച കാഴ്ച. മുത്തശ്ശി കൂടെ ഇല്ലാതായാൽ അവളുടെ അവസ്ഥ ആരോരുമില്ലാത്ത പ്രായം തികഞ്ഞൊരുവൾ. ഈ സമൂഹത്തിനും ബാധ്യതയാണെന്ന ചിന്ത. അതാണ് തന്നെ ഈ തീരുമാനത്തിലെത്തിച്ചത്. സീതയെ കൂടെ കൂട്ടുകയല്ല, ഭാര്യയായല്ല, തനിക്ക് പിറക്കാതെ പോയ മകളായി. ജീവിതത്തിൽ ഒരു കൂട്ട്. അത് ഭാര്യ തന്നെ ആവണമെന്നില്ലല്ലോ. അവൾ കമ്പരപ്പായിരുന്നു ആദ്യം. വിസമ്മതിച്ചുവെങ്കിലും പണ്ടൊന്നും ചെയ്യാനാവാതെ നിന്ന ഒരുവന് കാലങ്ങൾക്ക് ശേഷവും അതേ അവസ്ഥയിൽ നിൽക്കാനാവില്ല. സുഭദ്രയുടെ മകൾ തൻ്റെയും മകളാണ്. അങ്ങനെയേ കാണാൻ കഴിയൂ. ആരുമില്ലാത്തതിനേക്കാൾ നല്ലതല്ലേ ഒരച്ഛൻ്റെ സ്നേഹം തന്നു നോക്കാൻ ഒരുവൾ ഉണ്ടാവുക എന്നത്. ആ വാക്കിനു മുന്നിൽ സമ്മതം മൂളേണ്ടി വന്നു. ആരും ഒന്നും അറിയരുത് എന്ന ഉറപ്പിൽ കൈപിടിച്ച് കൂടെ കൂട്ടുമ്പോൾ താൻ അനുഭവിച്ച സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അവളുടെ ആഗ്രഹം പോലെ കോളേജിൽ അയച്ചു. ഇഷ്ടത്തിന് പഠിപ്പിച്ചു. ഒരച്ഛനും മകളുമായി ആരും അറിയാതെ ഇണങ്ങിയും പിണങ്ങിയും. കുട്ടികളുണ്ടാവാത്തതിൻ്റെ അടക്കം പറച്ചിൽ കേട്ട് പൊട്ടിച്ചിരികളും നാളുകൾ നീക്കി. വർഷങ്ങൾ കടന്നതും തൻ്റെ പ്രായത്തെ ഓർത്തായിരുന്നില്ല ആവലാതി. അവളുടെ പ്രായത്തെ ഓർത്ത് നീറി. 28 നിന്നും 35 കടന്ന ഉദ്യോഗസ്ഥ. ഇനി അവൾക്കൊരു കൂട്ടാണ് വേണ്ടത്. ഒരച്ഛൻ്റെ കടമയേക്കാൾ ഭർത്താവെന്ന കടമ നിർവഹിക്കാൻ ഒരാൾ. കൂടെ ജോലി ചെയ്യുന്ന ഒരുവൻ തന്നെ എല്ലാം അറിഞ്ഞു വന്നപ്പോൾ അവൾക്ക് സങ്കടമായിരുന്നു തന്നെ പിരിയുന്നതോർത്ത്. അതിലുപരി നാട്ടുകാരും വീട്ടുകാരും എന്തു പറയുമെന്നോർത്ത്. മറുപടി പറയാൻ താനുണ്ട് എന്ന ഉറപ്പിലാണ് എല്ലാം തീരുമാനിച്ചത്. പ്രതീക്ഷിച്ചിരുന്നതാണ് ഈയൊരു ചോദ്യങ്ങൾ. ഒന്ന് നെടുവീർപ്പിട്ടു മോഹനൻ. ഇവളൊരൊറ്റൊരുത്തിയാ ഇതിനൊക്കെ കാരണം. അടിച്ചിറക്കി വിടുകയാ ചെയ്യേണ്ടത്. കണ്ണു നിറച്ചു നിന്നിരുന്ന സീതയുടെ നേർക്ക് ചീറിയടുത്ത അനുജന്റെ മുന്നിലേക്ക് കയറി നിന്നു മോഹനൻ. തൊട്ടുപോകരുത് അവളെ. ക്ഷുഭിതനായിരുന്നു അയാൾ. അത്രയും നേരം കണ്ട ശാന്തത ഉണ്ടായിരുന്നില്ല ആ മുഖത്ത്. നിങ്ങൾക്കെല്ലാം ഒറ്റയ്ക്ക് ജീവിക്കാൻ ആവശ്യമായതെല്ലാം സ്വത്തും കുടുംബവും അടക്കം ഉണ്ടാക്കി തന്നിട്ടാണ് എന്നെക്കാൾ പ്രായം കുറഞ്ഞ ഇവളെ ഞാൻ വിവാഹം കഴിച്ചത്. അതും നിങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി. അന്നും ഇന്നും ഇവൾക്ക് എൻ്റെ മനസ്സിൽ ഞാൻ കൽപ്പിച്ചു കൊടുത്തൊരു സ്ഥാനമുണ്ട്. അതുകൊണ്ട് ഇവളുടെ ജീവിതം തീരുമാനിക്കാൻ നിങ്ങളാരും മെനക്കെടണ്ട. അത് നോക്കാൻ എനിക്കറിയാം. പിന്നെ നാട്ടുകാരും വീട്ടുകാരും. പറക്കമുറ്റാത്ത പ്രായത്തിലുള്ള 3 പേരെ കയ്യിലേൽപ്പിച്ച് നമ്മുടെ അച്ഛനും അമ്മയും മരിച്ചപ്പോൾ ഒരു നേരത്തെ ആഹാരം നൽകാൻ ഈ പറഞ്ഞ ആരും തന്നെ ഉണ്ടായിരുന്നില്ല.
മുണ്ട് മുറുക്കി ഉടുത്ത ഒരു 14കാരൻ പറമ്പിലേക്ക് ഇറങ്ങുമ്പോൾ സഹതാപം പറയാനല്ലാതെ ഒരുത്തനും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആരെയും പ്രതീക്ഷിച്ചിട്ടുമില്ല ഞാൻ. അതുകൊണ്ട് ഞാൻ എന്താണോ തീരുമാനിച്ചത് ഇവളുടെ കാര്യത്തിൽ അതേ നടക്കൂ. കൂടെ നിൽക്കുന്നവർക്ക് നിൽക്കാം, ഇല്ലാത്തവർ ഈ നിമിഷം ഇറങ്ങണം ഇവിടെ നിന്ന്. ജ്വലിക്കുകയായിരുന്നു അയാൾ. മുറുമുറുത്തുകൊണ്ട് പടിയിറങ്ങി പോകുന്നവരെ നോക്കി സീത അയാളുടെ മുൻപിൽ തേങ്ങലോടെ കൈകൂപ്പി. എന്തിനാ എനിക്ക് വേണ്ടി? ഏങ്ങലടിക്കുന്ന അവളെ ചേർത്ത് പിടിച്ച അയാൾ നെറുകിൽ തലോടി. പാടി നടക്കുന്നവർ എന്തും പറയട്ടെ, നമ്മൾ എന്താണെന്ന് നമുക്കറിയാം, അത് മതി. മറ്റാരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. നിന്റെ ജീവിതം ഞാൻ ആഗ്രഹിച്ച പോലെ നടത്തിയെടുക്കണം. എന്നിട്ട് വേണം എനിക്കൊന്ന് വിശ്രമിക്കാൻ. ഇക്കാലം അത്രയും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചവനാ ഞാൻ. നിന്നെയും കൂടി സുരക്ഷിതമായി എത്തിച്ചിട്ട് വേണം എനിക്ക് വേണ്ടി ഇനിയൊന്ന് ജീവിക്കാൻ. നിറപുഞ്ചിരിയായിരുന്ന അയാളുടെ ചുണ്ടിലും മനസ്സിലും. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.